ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി എണ്ണയോ ഓയിലോ ഒന്നും ചേർക്കാതെയാണ് ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മത്തിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് അതിലേക്ക് കുറച്ച് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി 3 വലിയ സൈസ് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർ ഇതിനകത്ത് നാരങ്ങ നീര് ചേർക്കാറുണ്ട്, ഞാൻ ചേർക്കുന്നില്ല. ഒരു പുളി എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ടേസ്റ്റ് വേറെ ആയിരിക്കും. ഈ ഒരു രീതി തയ്യാറാക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മീൻ പറക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ ഒരു വാഴയില വെച്ച് കൊടുക്കണം. എന്നിട്ട് ഓരോ മീനും നമുക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. ഈ വാഴയിലയിലാണ് നമ്മൾ എണ്ണയും ഓയിലും ഒന്നും ഇല്ലാതെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു വാഴയില കൊണ്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രം കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു തുള്ളി എണ്ണയും ഓയിലും ഒന്നും ചേർക്കാതെയാണ് നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ വാഴയിലയുടെ മണമൊക്കെ വരും, നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ആ മീനിനകത്തുള്ള നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി, വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു വശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല? നല്ല വെന്ത് അതൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അധികം സമയമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓയിലി ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയം പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ആ വശവും മറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ആ ഇല വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് പാത്രവും കൂടി വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അത് മറിച്ചിട്ടിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ആ ഓയിലൊക്കെ ഇറങ്ങി നല്ല എല്ലാം കണ്ട നല്ല മൊരിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഫ്രൈ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കാത്ത ഈ ഫിഷ് ഫ്രൈ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.